അപ്പോൾ നമ്മൾ ഗസ്റ്റിനെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഫോൺ ചാടി ഗസ്റ്റിൻ്റെ. ഗൈസ് ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ പോയാലോ? നമ്മൾ ഗസ്റ്റ് പറഞ്ഞാൽ നമ്മളെ അൽവാസിനെയാണ്. നമുക്ക് ഗസ്റ്റിനെ കാണാം. എന്താ ബ്യൂട്ടി അറിയാം. നമ്മൾ അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട് അടിപൊളിയാണ്. ഫുള്ള് മരങ്ങളാണ് ഇവിടെ. കണ്ടോ, നമ്മുടെ നാട്ടിൽ മാത്രമല്ല മരങ്ങൾ, ഇവിടെ ഫുള്ള് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനയൊക്കെ ചെയ്ത് എന്താ ലുക്ക് അറിയാം. നമ്മളെ ഗസ്റ്റ് അവിടെ ലാൻഡ് ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ വെല്ല ഇങ്ങനെ പോവാണ് എയർപോർട്ടിനുള്ളിലേക്ക്. അപ്പോൾ നേരെ പോകണോ, ഗസ്റ്റിനെ പിക്ക് ചെയ്യണോ, തിരിച്ച് വീട്ടിലായിരുന്നു. അതാണ് ഇന്നത്തെ പ്രോഗ്രാം. അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട് എപ്പോൾ വരുമ്പോഴും നമ്മളിങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള വ്യൂസാണ് നമ്മൾ കാണുന്നത്. വേൾഡ് ബെസ്റ്റ് എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ അറൈവൽക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഗേറ്റ് ആകുമ്പോൾ നമ്മളെ ഗസ്റ്റ് ആണ്. ഗസ്റ്റ് അപ്പോൾ നമ്മളെ ഗസ്റ്റ് ഇതാണ്. ഗസ്റ്റിനെ കാണാത്ത ആൾക്കാരാണ്. ഗസ്റ്റ് എന്തെങ്കിലും പറയണ്ട? ഖത്തറിൽ എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? ചൂട് വലിയ ചൂടില്ല, ചൂടായിട്ടില്ല, ചൂടാവണുള്ളൂ. അപ്പോൾ നമുക്ക് വിട്ടാലോ? ജോബ് വേണം, ഡ്രൈവർ ജോബ് വേണം. അപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, ഡ്രൈവർ പോസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോളി കേട്ടോ. ലൈറ്റ് വെഹിക്കിള് സെയിൽസ്, വാൻ സെയില്, ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോളി. കാരണം ഇപ്പോൾ നാട്ടിൽ പോയി 2-3 മാസം നാട്ടിൽ പോയി നിന്ന് വന്നാണ്. അപ്പോൾ ആരെങ്കിലും ജോബൊക്കെ ഉണ്ടെങ്കിൽ പറയുള്ളൂ. ഓക്കെ, എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു 5-10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഖത്തർ മാർക്കറ്റിലെ റോഡ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുള്ളൂ. ഒന്ന് ഫ്ലൈറ്റുകളാണ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. ഇനി നമ്മൾ വീട്ടിൽ പോകണോ, ഭക്ഷണം കഴിക്കണോ, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണോ, പിന്നെ വീണ്ടും വർക്കിലേക്ക് പോകണം. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോണ്ടേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.